ഹലോ ഫ്രണ്ട്സ്, MEG 14 ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 1 ഓൾറെഡി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ യൂണിറ്റ് 1 3 and 4 ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം എഗെയിൻ ഞാൻ ഒരു വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതും കൂടി കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കൂ. ഓക്കെ, സോ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ. Question number 1. What is the role of translation in the development of Indian literature in various languages? ഇന്ത്യൻ ലിറ്ററേച്ചർ വിവിധ ഭാഷകളിലൂടെ ഡെവലപ്മെൻറ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ട്രാൻസ്ലേഷൻ്റെ റോൾ എന്താണ് എന്ന് വിവരിക്കാനാണ് ക്വസ്റ്റ്യൻ. Translation plays a vital role in the development of Indian literature in various languages. It has facilitated the exchange of ideas, themes, and literary styles across languages and regions, enriching Indian literature as a whole. By making literary works accessible to readers in different languages, translation has helped to promote cultural understanding and appreciation. One of the significant contributions of translation to Indian literature is the dissemination of ideas and literary works across languages. The translation of classical works like the Ramayana and Mahabharata into various languages has made these epics accessible to a wider audience, influencing literary traditions and cultural practices. For instance, the translation of the Ramayana into Tamil by Kampan into the 12th century CE is considered a classical work in Tamil literature. Translation has also enriched literary traditions in various Indian languages by introducing new themes, styles, and genres. The translation of works from other languages such as Persian and English has influenced the development of Indian literature, introducing new forms like the novel and short story. Many Indian languages have borrowed literary forms and techniques from other languages through translation, leading to a diverse and rich literary landscape. ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ട്രാൻസ്ലേഷൻ വലിയ ഒരു റോള് തന്നെ ട്രാൻസ്ലേഷന് ഉണ്ട്. അത് പറയാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തേതെന്ന് പറയാനായിട്ട് നമ്മളുടെ ഇന്ത്യ അതൊരു സിംഗിൾ ലാംഗ്വേജിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതല്ല, മറിച്ച് മൾട്ടി ലാംഗ്വേജസ് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ മൾട്ടി ലാംഗ്വേജസിൻ്റെ പ്രത്യേകത എന്താ? മൾട്ടി ലാംഗ്വേജസ് ഉള്ളത് കൊണ്ട് തന്നെ മൾട്ടി ലാംഗ്വേജസിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറേ അധികം ഓഡിയൻസിനെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നേടാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഫസ്റ്റ് തിങ്. ഇവിടെ നമുക്ക് ട്രാൻസ്ലേഷൻ്റെ ഒരു ഭാഗം പറയുകയാണെങ്കിൽ എസ്പെഷ്യലി നമുക്ക് എടുക്കാം 12th സെഞ്ച്വറിയിൽ കാമ്പാൻ എന്നൊരു വ്യക്തിയാണ് രാമായണം തമിഴ് ലിറ്ററേച്ചറിൽ എഴുതിയത്. ഇതുകൊണ്ട് എന്താ നേട്ടമുണ്ടായിരിക്കുന്നത്? നേട്ടം മറ്റൊന്നുമല്ല, ഒത്തിരി അധികം തമിഴ് അറിയാവുന്ന വ്യക്തികൾക്ക് അത് വായിക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇത് ഒരു എപ്പിക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ കാര്യമല്ല നമ്മളിവിടെ പറയുന്നത്. ഒത്തിരി അധികം പുസ്തകങ്ങൾ ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളുടെ ഇന്ത്യൻ ലാംഗ്വേജസുകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒത്തിരി ജനങ്ങൾ അത് വായിക്കാനായിട്ട് ഇടയായി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ധാരാളം ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകതയും കൂടി പറയാം. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നൊന്നുമല്ല, മറിച്ച് എന്താ, പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്നും കുറേ ബോറോ ചെയ്തിട്ടുണ്ട് നമ്മൾ. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ പേർഷ്യൻ, ഇംഗ്ലീഷ് ഇതൊക്കെ ഒത്തിരി ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള കൺട്രികളാണ്. അവരുടെ ലിറ്ററേച്ചേഴ്സും അതുപോലെ തന്നെ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ളതാണ്. സോ ഈ ഡെവലപ്ഡ് കൺട്രീസിലെ ഈ ലിറ്ററേച്ചേഴ്സ് നമ്മൾ ബോറോ ചെയ്തത് എങ്ങനെയാണ്? അവരുടെ സ്റ്റൈൽസ്, അവരുടെ ടോൺസ്, അവരുടെ തീംസ് ഇതൊക്കെ നമ്മൾ ബോറോ ചെയ്തിട്ട് നമ്മളുടേതായ രീതിയിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണം എന്ന് പറയാൻ തന്നെ എന്താ പറയുക, സ്റ്റോറീസ്, ഷോർട്ട് സ്റ്റോറീസ്, അതുപോലെ നോവൽസ് ഇതൊക്കെ തന്നെ ഉദാഹരണങ്ങളാണ്. ഓക്കെ,
The role of translation in promoting national integration cannot be overstated. By bridging the linguistic and cultural divides between different regions, translation has helped to create a sense of shared cultural heritage and identity. The translation of literary works across languages has facilitated the exchange of ideas and cultural practices, promoting a sense of unity in diversity. Furthermore, translation has facilitated literary innovation by introducing new literary forms, styles, and techniques. Many Indian authors have been influenced by literary works from other languages, which they have accessed through translation. This has enabled them to experiment with new themes and ideas, leading to the creation of innovative and diverse literary works. The preservation of classical works is another significant role of translation in Indian literature. The translation of classical works into modern languages has ensured their survival and relevance, making them accessible to new generations of readers. This has helped to preserve India's cultural heritage and promote a sense of continuity with the past. ഇന്ത്യ എന്ന് പറയുന്നത് ധാരാളം ലാംഗ്വേജസ് ഉള്ള ഒരു കൺട്രിയാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി ഒത്തിരി ലാംഗ്വേജസ് ഉള്ള നമ്മളുടെ ഈ കൺട്രിയിൽ എന്തായിരിക്കും അപ്പോൾ നമ്മളുടെ ഡിവിഷൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, അങ്ങനെ പല 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 സ്റ്റേറ്റ്സുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഡിവിഷൻ ചെയ്യുന്നത് എന്താ? മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് തന്നെയാണ്, അല്ലേ? ഡിവൈഡ് ചെയ്യുന്നത് നമ്മുടെ ലാംഗ്വേജ് ആണ് ബോർഡർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന അതൊരു ബാരിയറാണ് നമ്മളുടെ ഇവിടുത്തെ കുറച്ച് സൗത്ത് ഇന്ത്യൻ ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ബാരിയറിനെ മുറിച്ചുകൊണ്ട് ട്രാൻസ്ലേഷൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് ഈ ട്രാൻസ്ലേഷൻ ഒത്തിരി അധികം ഡെവലപ്മെൻറ്റ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഒരു വർക്ക് അത് കോമൺ ആയിട്ടൊരു ലാംഗ്വേജിൽ എഴുതുകയാണെങ്കിൽ എല്ലാവർക്കും അത് വായിക്കാനായിട്ട് സാധിക്കുകയാണ്. ഇപ്പോൾ അതർവൈസ് ഇപ്പം മലയാളം അത് നമുക്ക് കേരളൈറ്റ്സിന് മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്. പിന്നെ ദോസ് ലേൺ ഇറ്റ്, ഓക്കെ. അപ്പോൾ ഈ മലയാളം എന്താ ചെയ്യുന്നത്? ഇത് മറ്റൊരു ഭാഷയിലോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ തമിഴിയൻസ് ഈ മലയാളത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ഭാഷയിൽ എഴുതി. അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവർക്കും ഇത് വായിക്കാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്ലേഷനാണ് പ്രാധാന്യമുള്ളത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. പിന്നെ നേരത്തെ പറഞ്ഞ മറ്റൊരു പോയിൻ്റാണ് ഇന്ത്യൻ റൈറ്റേഴ്സ് അവർ ഒത്തിരി അധികം ബോറോ ചെയ്തിട്ടുണ്ട് മറ്റുള്ള ലാംഗ്വേജസിൽ നിന്നും. അങ്ങനെയാണ് ഇന്ത്യയിൽ ലിറ്ററേച്ചറിൽ കൂടുതലായിട്ടും ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ ഇത് ഇന്ത്യൻ ഓതേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ മുഖേനയാണ് കൂടുതലും ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. കാരണം അവരുടെ ഒരു ഇന്നോവേഷൻ, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി, അവരുടെ ഒരു ബോറോ ചെയ്യാനുള്ള മെൻറ്റാലിറ്റി, ഇതൊക്കെയാണ് ഇവിടെ പ്രാധാന്യമായിട്ട് വരുന്നത്. ഇന്ത്യയിലെ ക്ലാസിക്കൽ വർക്ക്സുകളൊക്കെ മോഡേൺ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ ക്ലാസിക്കൽ വർക്ക്സുകളൊന്നും തന്നെ എന്താ പറയുക സൈഡായി പോയിട്ടില്ല. ഓക്കെ, അതൊക്കെ നമുക്ക് ഇപ്പോഴും റെലവൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ന്യൂ ജനറേഷൻസിന് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം എന്താ? ക്ലാസിക്കൽ വർക്ക്സുകൾ മോഡേൺ ലാംഗ്വേജിലോട്ട് വിവർത്തനം ചെയ്തപ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. മീൻസ് പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്ത് പ്രിസർവ് ചെയ്യാൻ? ക്ലാസിക്കൽ വർക്ക്സുകൾ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. In addition, translation has played a crucial role in promoting Indian literature globally. The translation of Indian literary works into international languages like English has made them accessible to readers worldwide, promoting cross-cultural cultural understanding and appreciation. This has helped to establish Indian literature as a significant contributor to world literature. Despite its many benefits, translation also possesses challenges such as maintaining the nuances and cultural context of the original work. However,
With the advancement of technology and the growth of translation studies, these challenges can be addressed and translation can continue to play a vital role in the development of Indian literature. In conclusion, translation has been instrumental in shaping Indian literature, facilitating cultural exchange, promoting national integration, and enriching literary traditions. Its role in preserving classical works and facilitating literary innovation has been particularly significant. As Indian literature continues to evolve, translation will remain an essential component of its development, promoting cross-cultural understanding and appreciation both within India and globally. ഇന്ത്യൻ ലിറ്ററേച്ചർ ട്രാൻസ്ലേഷൻ മുഖേന ഇന്ത്യയിൽ തന്നെ ഒതുങ്ങിക്കൂടിയോ? ഒരിക്കലുമില്ല. വേൾഡ് വൈഡ് ആയിട്ട് ഇൻ്റർനാഷണലി ആയിട്ട് ഇവർക്കെന്നല്ല ഈ ഇന്ത്യൻ ലിറ്ററേച്ചറിന് എന്താ പറയുക, വേൾഡ് വൈഡ് ആയിട്ട് നമുക്കത് സ്പ്രെഡ് ആവാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും, ക്രോസ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ആണത്. ഓക്കെ, ക്രോസ് കൾച്ചറായിട്ട് മീൻസ് അവിടുത്തെ കൾച്ചറും ഇവിടുത്തെ കൾച്ചറും ഒക്കെ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വരികയാണ് ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഇന്ത്യൻ ലിറ്ററേച്ചറിലെ ഒരു കറക്റ്റ് നമുക്ക് ഒത്തിരി ബെനിഫിറ്റുകൾ അറിയാം, എങ്കിലും പറയാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറിയൊരു നെഗറ്റീവ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എന്താണത്? ഒറിജിനാലിറ്റി നമുക്ക് കിട്ടില്ല ആ ട്രാൻസ്ലേഷനിൽ കൂടെ, അല്ലേ? കുറേ അധികം മോഡേൺ ടെക്നോളജീസ് ഒക്കെ ഉണ്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. എങ്കിലും ഒരു വർക്കിൻ്റെ ഒറിജിനാലിറ്റി ആ ഒറിജിനൽ വർക്കിന് തന്നെ കിട്ടും. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് മാറും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയാനായിട്ട് ട്രാൻസ്ലേഷൻ എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ഷേപ്പ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കൾച്ചറൽ എക്സ്ചേഞ്ച്, അതുപോലെ പ്രൊമോഷൻ ചെയ്ത് നാഷണൽ ഇൻറ്റിഗ്രേഷന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ലിറ്റററി ട്രഡീഷനിൽ ധാരാളം പ്രിസർവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ലിറ്റററി ട്രഡീഷൻസ്, അല്ലേ? ക്ലാസിക്കൽ വർക്കുകളൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ഗ്ലോബലി ആയിട്ട് നമുക്ക് ഈ ഇന്ത്യൻ ലാംഗ്വേജസിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ഒന്ന് കൺക്ലൂഷനിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, is there a similarity in the development of the novel in various Indian languages? വിവിധ ഇന്ത്യൻ ഭാഷയിൽ ഇന്ത്യൻ നോവലിൻ്റെ ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്നാണ് ചോദ്യം. The development of the novel in various Indian languages exhibits striking similarities despite the languages and regions being distinct. The phenomena can be attributed to the shared historical context and cultural influences that shaped the literary landscape of India during the 19th and early 20th centuries. One of the primary factors contributing to this similarity is the impact of Western literature, particularly the works of European novelists like Walter Scott. Many Indian novelists such as Bankim Chandra Chatterjee and R.B. Gunjikar were heavily influenced by Scott's historical romances, which they emulated in their own works. This led to the emergence of historical novels in various Indian languages, including Bengali, Marathi, Gujarati, and others. Another significant factor is the influence of social and cultural movements, such as the Bengal Renaissance and the nationalist movement. Many Indian novelists like Rabindranath Tagore and Premchand were influenced by these movements and explored themes of social reform, nationalism, and cultural identity in their works. This led to a shared concern with social issues and a desire to use literature as a tool for social commentary and change. ഇന്ത്യയിലെ വിവിധ തരം ഭാഷകളിലാണ് നോവൽസുകളായാലും ഏത് ലിറ്ററേച്ചർ വർക്കുകളായാലും എഴുതിയിരിക്കുന്നതെങ്കിലും എല്ലാത്തിലും നോവലുകളിൽ, പ്രത്യേകിച്ച് നോവലുകളിൽ ഒരു സിമിലാരിറ്റി കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രത്യേക കാരണം എന്ന് പറയാനായിട്ട് നമ്മളുടെ ഹിസ്റ്ററിയാണ്, ഇന്ത്യൻ ഹിസ്റ്ററിയാണ്.
ഓക്കെ, അത് നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ 19-20 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ട് ഇന്ത്യൻ നോവലുകളിൽ വരുമ്പോൾ എല്ലാ ഭാഷകളിലും ഒരേ സിമിലാരിറ്റി കാണാനായിട്ട് സാധിക്കും. ഈ നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ നോവലിസ്റ്റ് ആയിട്ടുള്ള വോൾട്ടർ സ്കോട്ട്, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി റൈറ്റിങ്സ് അത് ഇന്ത്യൻ നോവലിസ്റ്റുകളായിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജി, R.B. ഗുഞ്ചിക്കർ, അങ്ങനെ ഒത്തിരി എന്താ പറയുക, ആ റൊമാൻറ്റിക്സ് ആയിട്ടുള്ള ആ റൈറ്റിങ്സ്, ഹിസ്റ്റോറിക്കൽ റൊമാൻസസ് ആയിട്ടുള്ള ആ റൈറ്റിങ്സ് ഇവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിൽ നിന്നും എന്താ പറയുക കുറേ അധികം കാര്യങ്ങൾ ബോറോ ചെയ്ത് നമ്മളുടെ ലിറ്ററേച്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ഓതേഴ്സ്, ഇന്ത്യയിലെ ഓതേഴ്സ് പല ആൾക്കാരാണ്, പല ലാംഗ്വേജസിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ പലരും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരേ വ്യക്തിയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബംഗാളി, മറാത്തി, ഗുജറാത്തി, അങ്ങനെ ഒത്തിരി അധികം ലാംഗ്വേജുകളിൽ ഈ നോവൽസുകളിലെ സിമിലാരിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ആ നൂറ്റാണ്ടുകളിൽ 19-20 നൂറ്റാണ്ടുകളിൽ എല്ലാവരും തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ് അല്ലേ. ഇന്ത്യ കംപ്ലീറ്റ്ലി അന്നൊരു യൂണിറ്റിയിലാണ് നമ്മൾ നിലനിന്നിരുന്നത്. എല്ലാവർക്കും വ്യത്യസ്ത ലാംഗ്വേജുകളിലാണ്, പല കൾച്ചറിലും പല ലാംഗ്വേജുകളും ഒക്കെ തന്നെയായിരുന്നെങ്കിൽ പോലും നമ്മളവിടെ നേരിട്ട് കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വെച്ചാൽ പ്രശ്നങ്ങളാവട്ടെ എന്തും ആവട്ടെ അതെല്ലാം തന്നെ ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് അന്നത്തെ എടുത്തു പറയാനുള്ള സോഷ്യൽ കൾച്ചറൽ ആ മൂമെൻറ്റ്സ്, അപ്പോൾ അതിൽ നിന്നും ബംഗാൾ റിനൈസൻസ്, നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്, ഇതൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നു അന്നത്തെ ഓതേഴ്സ്. അപ്പോൾ ഈ ഇന്ത്യൻ നോവലിസ്റ്റ്, അതിന് ഉത്തമ ഉദാഹരണം എന്ന് പറയാനായിട്ട് രവീന്ദ്രനാഥ് ടാഗോർ, പ്രേംചന്ദ്, ഇവരൊക്കെ തന്നെ ഈ തീംസുകൾ, സ്പെഷ്യലി സോഷ്യൽ റീഫോം, നാഷണലിസം, കൾച്ചറൽ ഐഡൻറ്റിറ്റി, ഈ തീമുകളൊക്കെയാണ് ഇവരുടെ വർക്കുകളിൽ. പല ഓതേഴ്സാണ്, പക്ഷെ സെയിം സംഭവങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഇവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇവരുടെ വർക്കുകളിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഈ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടും അതിനൊക്കെ അതിൻ്റെ ആ ചേഞ്ചിനെ കുറിച്ചിട്ടും ഇതൊക്കെ തന്നെയാണ് ഈ നോവലുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സിമിലാരിറ്റീസ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. The novelists of various Indian languages also shared a common concern with exploring the human condition, particularly the lives and struggles of ordinary people. Novelists like Fakir Mohan Senapati in Oriya and Pannalal Patel in Gujarati wrote about the lives of common people using colloquial language and realistic portraits to bring their stories to life. Furthermore, the influence of Gandhian ideology and the nationalist movement can be seen in the works of many Indian novelists. Writers like Premchand, K. Munshi and Ramanlal Vasantlal Desai incorporated Gandhian themes and ideals into their novels, reflecting the significant impact of Gandhi's ideas on Indian literature. Despite these similarities, each language and region also developed its unique literary traditions and styles. The Telugu novel, for example, was influenced by the demand for a separate Andhra state, while the Marathi novel was shaped by the historical novels of Hari Narayan Apte. In conclusion, the development of the novel in various Indian languages exhibits both similarities and differences. While shared historical and cultural influences led to similarities in themes and styles, each language and region also developed its distinct literary traditions. This rich tapestry of literary development reflects the diversity and complexity of Indian culture and society. ആ കാലഘട്ടങ്ങളിൽ കോമൺ പീപ്പിൾ, സാധാരണ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സ്ട്രഗിൾസ്, സഫറിങ്സ്, ഇതെല്ലാം തന്നെ പല ഓതേഴ്സും ബ്രോട്ട് ഔട്ട് ചെയ്യാൻ തുടങ്ങി. മീൻസ് അവരെല്ലാവരും ഇത് ഇവരുടെ രീതിയിൽ എഴുതാനായിട്ടും അത് മുഖേന സ്വാതന്ത്ര്യം നേടാനായിട്ടും ശ്രമിച്ച വ്യക്തികളാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഓറിയയിൽ ഫക്കീർ മോഹൻ സേനാപതി,
ഗുജറാത്തിയിൽ പന്നലാൽ പട്ടേൽ ഇവരൊക്കെയാണ് ഈ വർക്ക്സുകൾക്ക് മുൻകൈ എടുത്തിട്ടുള്ളത്. അത് എസ്പെഷ്യലി കോമൺ ആയിട്ടുള്ള സാധാരണ ജനങ്ങളുടെ ലൈഫ് സ്റ്റോറീസ് ഒക്കെയാണ് ഇവരുടെ റൈറ്റിങ്സിൽ ഇവർ കൊണ്ടുവന്നിരുന്നത്. ഗാന്ധിയൻ ഐഡിയാസ്, നാഷണലിസം ഇതൊക്കെ എഴുതിയ വ്യക്തികളായിരുന്നു പ്രേംചന്ദ്, കെ എം മുൻഷി, രാമൻലാൽ വസന്ത്ലാൽ ദേശായി ഇവരൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനായിട്ട് ഈ പേരുകളാണ്. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ക്യാച്ച് ആയിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ ഈ പേരുകൾ നിങ്ങൾ ബാക്കി എന്ത് എഴുതിയാലും ഈ പേരുകളുണ്ടല്ലോ അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ ലെക്ചേഴ്സിൻ്റെ ഈ കറക്ഷൻ ചെയ്യുന്നവരുടെ കണ്ണ് അവിടേക്ക് പോവും. അപ്പോൾ കറക്റ്റായിട്ട് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നിങ്ങൾ കൃത്യമായിട്ട് ഈ പേരുകൾ എഴുതിയിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കിയാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മീൻസ് അവർക്ക് മനസ്സിലാവും, ഒറ്റയടിക്ക് അവർ പേജ് നോക്കുമ്പോൾ അണ്ടർലൈനിലേക്കാണ് അവരുടെ കണ്ണു പോവുക. ഓ, ഈ പേരുകളൊക്കെ ഈ കുട്ടിക്ക് അറിയാം, സോ ഷിനോസ് അല്ലെങ്കിൽ ഹീനോസ് ദി ആൻസർ, അവർ അങ്ങനെ വിചാരിക്കൂ. ഓക്കെ, ഇങ്ങനെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ തന്നെ പല ലാംഗ്വേജിൽ എഴുതിയിട്ടും കുറേ അധികം സിമിലാരിറ്റീസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഈ ലാംഗ്വേജ് ഇങ്ങനെ ഈ ഇന്ത്യൻ ലിറ്റററിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ അനുബന്ധിച്ച് മറ്റ് പല ചേഞ്ചസും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് തെലുഗു നോവൽ. ഓക്കെ, തെലുഗു നോവൽ മുഖേന ആന്ധ്രാപ്രദേശ് അത് സെപ്പറേഷന് വേണ്ടിയിട്ട് ആ സ്റ്റേറ്റ് സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അന്ന് നടന്നിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, തെലങ്കാന, ആന്ധ്ര, അങ്ങനെ അവരത് സ്റ്റേറ്റിന് തന്നെ ഡിഫറൻസ് ചെയ്യുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മറാത്തി നോവൽ, അവിടെ എന്താണ് അവിടെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ നോവൽസ് മുഖേന ഹരിനാരായൺ ആപ്റ്റെയാണ് അതിന് മുൻകൈ എടുത്തത് എഴുതാനായിട്ട്. അവിടെ ധാരാളം ചേഞ്ചസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് വേരിയസ് ലാംഗ്വേജസ്, മൾട്ടി ലാംഗ്വേജസ് ഉള്ള ഒരു കൺട്രിയാണ്. ഇവിടെ ധാരാളം ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ പോലും വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് നമ്മൾ പല ഭാഷകളിൽ എഴുതി എങ്കിലും ഒത്തിരി സിമിലാരിറ്റീസ് നോവലിൽ കാണാൻ സാധിച്ചു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഹിസ്റ്ററി ആയിരുന്നു ഇന്ത്യയിലെ എല്ലാവർക്കും, എസ്പെഷ്യലി ഓൺ 19th സെഞ്ച്വറി 20th സെഞ്ച്വറി. ആ കാലഘട്ടത്തിൽ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് എല്ലാ ഇന്ത്യനിലെ ജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്ന അവരുടെ സ്ട്രഗിൾസ്, അവരുടെ നാഷണലിസം മൂവ്മെൻറ്റ്, ഇതെല്ലാം തന്നെ ഒരുപോലെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നു. അതുപോലെ ബുദ്ധിമുട്ടുകളാണെങ്കിലും ഒരുപോലെ അനുഭവിച്ച വ്യക്തികളായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇൻസ്പിറേഷൻ നേടിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ടാണ് ഓതേഴ്സ് ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ അവരുടേതായ ചിന്തകളിൽ നിന്നും എഴുതിയത്. പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാം സിമിലറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. സം നോട്ടബിൾ സിമിലാരിറ്റീസ് ഇൻക്ലൂഡ് ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ ലിറ്ററേച്ചർ, പർട്ടിക്കുലർലി വാലറ്റ് സ്കോട്ട്സ് ഹിസ്റ്റോറിക്കൽ റൊമാൻസസ്, exploration of social and cultural themes such as nationalism and social reform, concern with exploring the human condition, particularly the lives and struggles of ordinary people, influence of Gandhian ideology and the nationalist movement, emergence of historical novels and social novels in various Indian languages. These similarities demonstrate that despite linguistic and regional differences, Indian novelists shared a common literary and cultural heritage that shaped the development of the novel in various Indian languages. Third question. What do you think characterizes poetry in Indian languages from the 1920s till 1947? 1920 മുതൽ 1947 വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ലാംഗ്വേജിലുള്ള ഈ കവിതകളുടെ സവിശേഷതകളെ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. The period from the 1920s till 1947 in Indian poetry is marked by a significant shift in themes, styles and influences. During this time, Indian poetry in various languages underwent a transformation reflecting the changing social, cultural and political landscape of the country. One of the key characteristics of poetry from this period is the influence of nationalism and the freedom movement. Many poets such as Subramanian Bharati in Tamil,
Sundaram in Gujarati and Marathi, Sharan Gupta in Hindi wrote about the struggle for independence and the importance of national unity. Their poetry reflected the fervor and passion for the nationalist movement with themes in patriotism, social reform, and cultural identity. Another notable feature of poetry from this period is the emergence of Romanticism. The Romantic movement, which swept across various Indian languages, including Telugu, Malayalam, and Bengali, emphasized the importance of emotions, imagination, and individual experience. Poets like D.V. Krishna Shastri in Telugu, Kumaran A. Asan in Malayalam, and Jibananta Das in Bengali wrote about love, nature, and the human condition, often using traditional forms and imagery. 1920 മുതൽ 1947 വരെയുള്ള ഈ കാലഘട്ടം എന്ന് പറയുന്നത് ധാരാളം മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. എസ്പെഷ്യലി നമുക്ക് ഈ പോയിട്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോയിട്രിയുടെ തീംസ്, സ്റ്റൈൽസ്, ഇൻഫ്ലുവൻസസ് ഇതിനൊക്കെ തന്നെ മാറ്റിമറിച്ച ഒരു കാലഘട്ടം തന്നെയാണിത്. നമുക്ക് അത് എടുത്തു പറയാൻ കാരണം സോഷ്യലി, കൾച്ചറലി, പൊളിറ്റിക്കലി ഒക്കെ ധാരാളം മാറ്റങ്ങൾ വരാൻ തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു 1920 മുതൽ 1947 വരെയുള്ള ഒരു പീരിയഡ്. ഈ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാഷണലിസം, ഫ്രീഡം മൂവ്മെൻ്റ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ധാരാളം പോയിറ്റ്സുകൾ ഉണ്ടായിരുന്നു. സുബ്രഹ്മണ്യൻ ഭാരതി തമിഴിൽ, സുന്ദരം ഗുജറാത്തിയിൽ, അതുപോലെ മൈഥിൽ ശരൺ ഗുപ്ത ഹിന്ദിയിൽ. അപ്പോൾ ഇവരൊക്കെ എന്താണ് എഴുതിയത്? ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിനെ കുറിച്ചിട്ട്, അതുപോലെ ഈ നാഷണൽ യൂണിറ്റി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനൊക്കെ കുറിച്ച് അവരുടെ വർക്കുകളിൽ അവർ എഴുതാൻ തുടങ്ങി. ഓക്കെ, അതുപോലെ തന്നെ പാട്രിയോട്ടിസം, സോഷ്യൽ റീഫോം, കൾച്ചറൽ ഐഡൻറ്റിറ്റി ഇതൊക്കെയായിരുന്നു അവരുടെ തീംസ്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു പീരീഡും കൂടി ആയിരുന്നു ഇത്. ഇത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ആൾക്കാർ കൂടുതലായിട്ടും ഇമാജിനറി, അതുപോലെ ഇമാജിനേഷൻ, ഇമോഷന്, അതുപോലെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ടാണ് പല വ്യക്തികളും തെലുഗുവിൽ D.V. കൃഷ്ണശാസ്ത്രി, മലയാളത്തിൽ കുമാരനാശാൻ, അതുപോലെ ബംഗാളിയിൽ ജിബനന്ത, അതങ്ങനെ അല്ലാട്ടോ വായിക്കുക, ഞാനത് പിന്നെയും തെറ്റിക്കുകയാണ്, ജിബനന്ത ദാസ് ഇൻ ബംഗാളി. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും ഈ റൊമാൻറ്റിസിസത്തിന് കൂടുതലായിട്ടും പ്രാധാന്യം നൽകി. അവരുടെ തീം എന്ന് പറയുന്നത് ലവ്, നേച്ചർ, ഹ്യൂമൻ കണ്ടീഷൻ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, the influence of Western poetry and literary movements is also evident in Indian poetry from this period. Many poets such as Michael Madhusudan Dutt in Bengali and Radhanath Ray in Oriya were heavily influenced by Western poets and forms which they incorporated into their own works. This led to the emergence of new forms and styles in Indian poetry, such as the sonnet and blank verse. Progressivism and socialism has also had a significant impact on Indian poetry during the period. Poets like Sri Sri in Telugu, Faiz Ahmad Fayaz in Urdu, and Vishnu Dey in Bengali wrote about social justice, equality, and the struggles of the working class. Their poetry reflected the growing awareness of social and economic issues and the need for collective action to address them. The period also saw the emergence of experimental poetry with poets like Ageyaya in Hindi and Miraji in Urdu pushing the boundaries of traditional forms and styles. These poets explored new themes, imagery, and techniques, often drawing on modernist and the surrealist influences.
ഇന്ത്യൻ പോയിട്രിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിൽ തന്നെ അങ്ങ് ചടഞ്ഞുകൂടി അങ്ങനെ ഇരിക്കുകയല്ല ചെയ്തത്, മറിച്ച് കുറേ അധികം വർക്കുകൾ ബോറോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് മൈക്കൽ മധുസൂദൻ ദത്ത്, അതുപോലെ രഥാനന്ദ റേ ഇൻ ഒറിയ, ഇവരൊക്കെ തന്നെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് വെസ്റ്റേൺ പോയിറ്റ്സിൽ നിന്നും അവരുടെ ഫോമുകളിൽ നിന്നൊക്കെ. അങ്ങനെയാണ് സോനറ്റ്സ്, ബ്ലാങ്ക് വേഴ്സ്, ഇതുകളൊക്കെ നമ്മളുടെ ഇന്ത്യൻ ലിറ്ററേച്ചർ പോയട്രീസിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ മറ്റു ചില പോയറ്റ്സുകൾ ആരാണ്? ശ്രീ ഇൻ തെലുഗു, ഫയസ് അഹമ്മദ് ഫയസ് ഇൻ ഉറുദു, അതുപോലെ വിഷ്ണുദേ ഇൻ ബംഗാളി. ഇവരൊക്കെ സോഷ്യൽ ജസ്റ്റിസ്, ഇക്വാലിറ്റി, സ്ട്രഗിൾസ് ഓഫ് വർക്കിംഗ് ക്ലാസ്, ഇതൊക്കെ മീൻസ് സോഷ്യൽ ഇക്കണോമിക് ഇഷ്യൂസൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൻ്റെയൊക്കെ അവയർനെസ് നൽകിക്കൊണ്ട് ഇതൊക്കെ തീമുകളായി എടുത്ത് പോയട്രികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയട്രികളുടെ ഡെവലപ്മെൻറ്റിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിമെൻ്റൽ പോയിട്രീസ് അന്ന് നിലവിലുണ്ടായിരുന്നു. അതിന് ഉദാഹരണങ്ങളായിട്ടാണ് അഗയ ഹിന്ദിയിൽ, മിറാജ് ഉറുദുവിൽ ഒക്കെ ഇവർ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ട്രഡീഷണൽ ഫോംസ്, സ്റ്റൈൽസ് ഒക്കെ മറികടന്നുകൊണ്ടായിരുന്നു ഇവരിതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ തീം, ഇമാജറി, ടെക്നിക്സ് ഇതൊക്കെ തന്നെ മോഡേണിസ്റ്റ് ആയിട്ടുള്ള വർക്കുകളിലോട്ട് ഇൻസ്പിറേഷൻ നൽകാൻ, ഇൻഫ്ലുവൻസ് ആവാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. In addition to these literary influences, the poetry of this period also reflects the cultural and social changes taking place in Indian society. The growth of urbanization, the rise of the middle class, and increasing awareness of social and economic issues all found expression in poetry. അപ്പോൾ ഇതിനൊക്കെ പുറമെ നമ്മുടെ ഇന്ത്യൻ എന്താ പറയുക, പോയട്രി വർക്ക്സുകളിൽ സോഷ്യൽ ചേഞ്ചസ്, അതുപോലെ urbanization ഒരു ഗ്രോത്ത്, മിഡിൽ ക്ലാസ്സിൻ്റെ റൈസ്, മീൻസ് അവരുടെയൊക്കെ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതുപോലെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇഷ്യൂസ്, അതിൻ്റെയൊക്കെ ഒരു അവയർനെസ്, ഇതെല്ലാം തന്നെ പോയട്രിയിൽ കൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, കാണാനായിട്ട് സാധിക്കുന്നതാണ്. Some notable features of poetry from this period include influence of nationalism and the free movement, emergence of romanticism and emphasis on emotions and individual experience, influence of Western poetry and literary movement, growth of progressivism and socialism, experimentation with new forms and styles, reflection of cultural and social changes in Indian society. Overall, the poetry of this period reflects the complex and dynamic nature of Indian society and culture during the first half of the 20th century. The various influences and themes that characterized poetry from the 1920s till 1947 continues to shape Indian literature and poetry to this day. Some of the prominent poets of this period include Rabindranath Tagore, Bengali; Subramanya Bharati, Tamil; Sundaram, Gujarati; Maithili Sharan Gupta, Hindi; D.V. Krishnashastri, Telugu; Kumar Nashan, Malayalam; Jibanananda Das, Bengali; Faiz Ahmad Faiz, Urdu; Sri, Telugu. These poets, among others, played a significant role in shaping the literary landscape of India during this period and left a lasting impact on Indian poetry. ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്, അത് ഞാൻ പറയാം. അതിന് മുൻപായിട്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ 1-2 കമൻറ്റ്സ് കണ്ടിരുന്നു. എന്തെങ്കിലും പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട് ബേസ്ഡ് ഓൺ ഈസി ആയിട്ടുള്ള ആൻസർ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച്, കാരണം എക്സാം ഒത്തിരി അടുത്താണ് എന്ന് പറഞ്ഞിട്ട്. സോ അവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത്, ഞാൻ എല്ലാ ദിവസവും ഇനി ഈ വീഡിയോസ് ഈ ഒരു കംപ്ലീറ്റ് MEG 14 ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി അത് ഓരോരോ യൂണിറ്റ് വൈസ് ഞാൻ ചെയ്ത് വരുമ്പോഴത്തേക്കും എക്സാം ആകുമ്പോഴത്തേക്കും നമ്മളത് കവർ ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പോഴേ തൊട്ടിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതങ്ങനെ തന്നെ പകർത്തി പഠിക്കാതെ നിങ്ങൾക്ക് അതിൻ്റെ പോയിൻറ്റ്സുകൾ എടുത്ത് പഠിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എക്സാം ആകുമ്പോഴത്തേക്കും നമുക്കത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസിങ് ചെയ്യാം. ഓക്കെ, എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ ചിലപ്പോൾ എനിക്കും ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ അസൈൻമെൻറ്റ്സോ ക്വസ്റ്റ്യൻ ആൻസേഴ്സോ ഒക്കെ നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ചെറിയൊരു എമൗണ്ട് ഞാൻ ഇതിന് ഈടാക്കും. സോ
ഓക്കെ, അത് ഞാനിനി വാട്സപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇൻഫോർമേഷൻ ആ സമയത്ത് തരാം. ഓക്കെ, സോ വി കണ്ടിന്യൂ വിത്ത് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അഥവാ നിങ്ങൾക്ക് അങ്ങനെ അസൈൻമെൻറ്റ്സോ ക്വസ്റ്റ്യൻ ആൻസേഴ്സോ വേണമെങ്കിൽ ഒരു നിർബന്ധം എനിക്കുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്തിരിക്കണം. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാനിത് പ്രൊവൈഡ് ചെയ്യുള്ളൂ കേട്ടോ. എനിക്കറിയാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ആയിരിക്കും ഇത് ആവശ്യം. അതുകൊണ്ട് തന്നെ അവർ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാനായിട്ട് ഭയങ്കര മടിയാണ്. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ എനിക്ക് ഈ വർക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ വാണ്ട് യുവർ സപ്പോർട്ട് ഓൾസോ ബൈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടിട്ടും അതുപോലെ ഒരു ലൈക്ക് ഒന്ന് അടിച്ചോടെ അങ്ങനെ. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം യുവർ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ കേട്ടോ. സോ വി കണ്ടിന്യൂ. What is a social play and do you find it in all Indian literatures? What problems did it deal with? ഇതിൽ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് സോഷ്യൽ പ്ലേ? അതുപോലെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇത് മുഖേനയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുമോ എന്നാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ. A social play is a type of drama that focuses on the social issues and problems of contemporary society. These plays often aim to critique, comment, or reflect on the social norms, values, and institutions of the time. Social plays typically deal with themes such as family, marriage, education, women's rights, poverty, and social inequality. In Indian literature, social plays emerged as a significant genre in the early 20th century. Playwrights like K.M. Munshi in Gujarati, Lakshmi Narayanan Misra in Hindi, and Ishwar Chandra Nanda in Punjabi wrote plays that tackled social issues like women's emancipation, widow remarriage, and superstition. These plays often used realism and satire to critique social norms and advocate for change. The social play genre can be found in many Indian languages, including Bengali, Gujarati, Hindi, Kannada, Malayalam, Marathi, Oriya, Punjabi, Sindhi, Tamil, Telugu, and Urdu. In each language, social plays reflect the unique social and cultural context of the region. സോഷ്യൽ പ്ലേ എന്ന് പറയുന്നത് ഒരു ഡ്രാമയാണ്. അത് ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കുറച്ച് പ്രോബ്ലംസുകളൊക്കെയാണ് ഇവർ കൂടുതലായിട്ടും ബേസ് ചെയ്തിട്ട് ഡ്രാമ പ്ലേ ചെയ്യുന്നത്. ഈ പ്ലേയുടെ എയിം എന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സോഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കുമല്ലോ, എസ്പെഷ്യലി എന്താ പറയുക ഫാമിലി, മാരേജ്, എഡ്യൂക്കേഷൻ, വിമൻസ് റൈറ്റ്, പോവർട്ടി, സോഷ്യൽ ഇനീക്വാലിറ്റി. അപ്പോൾ ഇതൊക്കെ തീമുകളാക്കി അല്ലെങ്കിൽ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇവരെ ക്രിട്ടിക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്താ പറയുക ഇതൊന്ന് പ്ലേ ചെയ്യുന്നതാണിത്. ഇന്ത്യൻ ലിറ്ററേച്ചറിൽ K.M. മുൻഷി അത് ഗുജറാത്തിയിൽ, ലക്ഷ്മി നാരായൺ മിശ്ര ഹിന്ദിയിൽ, അതുപോലെ ഈശ്വർ ചന്ദ്ര നന്ദ പഞ്ചാബിയിൽ ഇവരൊക്കെ സോഷ്യൽ ഇഷ്യൂസ് ആയിട്ടുള്ള വിമൻസ് എമാൻസിപ്പേഷൻ, വിഡോ റീമാരേജ്, സൂപ്പർസ്റ്റിഷൻ, അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് വെച്ചാൽ വിമൻസിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് കുറേ അധികം പ്ലേകൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് സോഷ്യൽ പ്ലേ ആണ് ഇതൊക്കെ. ധാരാളം ലാംഗ്വേജുകളിൽ ഈ സോഷ്യൽ പ്ലേ ഈ ഡ്രാമ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പല ഭാഷകൾ എന്ന് പറയുമ്പോൾ അവരുടെ റീജിയണിലുണ്ടായിരുന്ന ആ സമൂഹത്തിലെ പ്രശ്നങ്ങളായിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗുജറാത്തിയിൽ, ബംഗാളിയിൽ, അതുപോലെ ഹിന്ദി, കന്നഡ, മലയാളം, മറാത്തി, ഒറിയ, പഞ്ചാബി, സിന്ധി, തമിഴ്, തെലുഗു, ഉറുദു ഈ ഭാഷകളിലൊക്കെ തന്നെയാണ് ഈ ഒരു സോഷ്യൽ പ്ലേ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ കളിച്ചിരുന്നത്. Some common problems dealt with in social play include women's rights and emancipation. Plays like Andis Mangalyam Tamil and Gurajada Aparos Kanyasulakam Telugu highlighted the struggles of women in patriarchal societies.
social inequalities and poverty. Plays like Bijan Bhattacharya's Navanna Bengali and K.A. Abbas's Subaida Urdu portrayed the struggles of the working class and the poor. Superstition and ignorance. Plays like Ishwar Chandra Nanda's Punjabi and Kanchand Darayani's Sindhi works critiqued superstition and advocated for education and social reform. Family and marriage. Plays like C.C. Mehta's Agadhi Gujarati and P.V. Ramanar's Telugu works explore the complexities of family relationships and marriage. ഇതിലത്തെ പേരുകൾ വായിക്കാൻ ഞാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടിയാട്ടോ വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഈ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. കോമൺ പ്രോബ്ലംസ് അത് സോഷ്യൽ പ്ലേ മുഖേന അല്ലെങ്കിൽ ഈ സോഷ്യൽ പ്ലേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് കോമൺ പ്രോബ്ലംസുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വിമൻസ് റൈറ്റ് ആൻഡ് എമാൻസിപ്പേഷൻ, സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് പോവർട്ടി, ഫാമിലി ആൻഡ് മാരേജ്. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, അവരുടെ വർക്കുകൾ, ആ വ്യക്തികളുടെ പേര്. ഇതാണ് നിങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കേണ്ടത്. ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. The social play genre played a significant role in shaping Indian theatre and literature, reflecting the changing social and cultural landscape of the country. These plays not only entertained but also educated and inspired audiences to think critically about social issues. Some notable playwrights who contributed to the social play genre include K. Munshi Gujarati, Lakshmi Narayana Mishra Hindi, Ishwar Chandra Nanda Punjabi, C.C. Mehta Gujarati, P.V. Rajamannar Telugu, Acharya Atreya Telugu, Bijan Bhattacharya Bengali, K.A. Abbas Urdu. These playwrights, among others, helped shape the social play genre in Indian literature, leaving a lasting impact on the country's theatrical landscape. സോ ഈ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനിയും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാത്തവർ ദയവ് ചെയ്ത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ എനി കമൻറ്റ്സ് ദാറ്റ് യു ലൈക്ക് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.